എല്ലാവർക്കും എൻ്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം ഇന്ന് ഞാനിപ്പം ഇവിടെ ബംഗളൂരു ഉത്സവം എന്ന് പറഞ്ഞ ഒരു കാര്യം നടക്കുന്നുണ്ട്. അപ്പം അവിടെ ഒന്ന് പോയി നോക്കാമെന്ന് വിചാരിച്ചു. ഉച്ച കഴിഞ്ഞിട്ട് അവിടെ കുറേ എനിക്ക് തോന്നുന്നു ഷോപ്പിംഗ് ഫെസ്റ്റിവൽ അങ്ങനെ എന്തോ സംഭവമാണ്. കുറേ ഫ്ലീ മാർക്കറ്റ്സ് ഒക്കെ ഉള്ളൊരു സ്ഥലമാണ്, ഒരു എക്സിബിഷനൊക്കെ പോലെ. അപ്പം അവിടെ ഇന്ന് പോകാമെന്ന് വിചാരിച്ചു. ഇന്ന് സൺഡേ ആണ്. അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമ്മൾ ബംഗളൂരു ഉത്സവം എന്ന് പറഞ്ഞൊരു എക്സിബിഷൻ നടക്കുന്നുണ്ട്, അവിടേക്കാണ് പോകുന്നത്. കർണാടക ചിത്രകലാ പരിഷത്ത് എന്ന് പറഞ്ഞ കോളേജിലാണ് നടക്കുന്നത്. ഇതൊരു 17 days എക്സിബിഷനാണ്. ഒത്തിരി സ്റ്റോളുകളുണ്ട്, ഇഷ്ടം പോലെ സ്റ്റോളുകളുണ്ട്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയുന്നത്, ഒത്തിരി കാര്യങ്ങൾ. ഇപ്പോൾ ഡ്രസ്സാണേലും, പിന്നെ കമ്മൽ, വള, മാല, ഇങ്ങനെ ഓക്സിഡൈസ് ജ്വല്ലറിയുടെ ആണെങ്കിലും, പിന്നെ അതിൻ്റെ തന്നെ ഓക്സിഡൈസ് ജ്വല്ലറിയുടെയൊക്കെ ഇഷ്ടം പോലെ എന്താ പറയുന്ന സ്റ്റോളുകളുണ്ട്. പിന്നെ അങ്ങനെ കുറേ ഷോക്കേസിൽ വെക്കാൻ പറ്റുന്ന ഇങ്ങനെ ഷോ പീസുകളില്ല, അത്. പിന്നെ സെറാമിക്കിൻ്റെ തന്നെ കുറേ പാത്രങ്ങളുടെയും അങ്ങനെയുള്ള ഭംഗിയുള്ള പാത്രങ്ങളുടെയും ഒക്കെ കുറേ ഇങ്ങനത്തെ കാര്യങ്ങൾ അവിടെ അവൈലബിൾ ആണ്. അപ്പോൾ എൻട്രി ഫീ ഇല്ല. നമ്മൾ കയറി കാണാൻ വേണ്ടിയിട്ട് പൈസ കൊടുക്കേണ്ട, പക്ഷേ സാധനങ്ങളൊക്കെ വാങ്ങിക്കാൻ നേരത്ത് പൈസ കൊടുക്കണം, അത്രേ ഉള്ളൂ. അപ്പോൾ ഇതാണ് ഈ കർണാടക ചിത്രകലാ പരിഷത്ത് എന്ന് പറഞ്ഞ കോളേജ്. അപ്പം ആദ്യം കുറേ ഇങ്ങനത്തെ സ്റ്റോളുകൾ, അവിടെ കൂടുതലും പാത്രങ്ങളും, പിന്നെ കുറേ ഇങ്ങനെ ഓട്ട് പാത്രങ്ങൾ, പിന്നെ ഓടിൻ്റെ തന്നെ കുറേ വിഗ്രഹങ്ങൾ, ഇങ്ങനെ ഷോക്കേസിൽ വെക്കാൻ പറ്റുന്ന ടൈപ്പ് വിഗ്രഹങ്ങൾ, അതൊക്കെയാണ് ആ ഒരു എന്താ പറയുന്നത് ഇതിലുള്ളത്. ആ ഒരു അത്രയും ഒരു ഭാഗത്ത് അതിന് കുറേ കടകളുണ്ട്, അച്ചാറുകൾ, അങ്ങനെ കുറേ കടകളുണ്ട്. അപ്പം അതിലുള്ളത് ഇതൊക്കെയാണ്. ഇതുണ്ടല്ലോ, മാർബിൾ കൊണ്ടുണ്ടാക്കിയ ആന, ചെറിയ ആനക്കുട്ടി, പിന്നെ ലൈറ്റ് കത്തിക്കാൻ പാകത്തിനുള്ള സംഭവങ്ങൾ. നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ. ഇത് പക്ഷേ ഞാൻ പലയിടത്തും പല ഫ്ലീ മാർക്കറ്റിൽ ഇവിടെ കണ്ടിട്ടുള്ളതാണ്. പിന്നെ ഇതൊക്കെ എന്താ പറയുക, നേച്ചർ എക്കോ ഫ്രണ്ട്ലി ആയിട്ടുള്ള കപ്പുകളാണ്. അത് സെറാമിക് അല്ല, എക്കോ ഫ്രണ്ട്ലി കപ്സാണത്. പിന്നെ പലരും വന്ന് അച്ചാറുകളൊക്കെ വാങ്ങിക്കുന്നുണ്ടായിരുന്നു, ഒത്തിരി ടൈപ്പ് അച്ചാറുകൾ. പിന്നെ കാർപ്പറ്റ്സിൻ്റെ കട, പിന്നെ അങ്ങനെ കുറേ എന്താ പറയുന്നത് ഐറ്റംസ്. ഇതാണ് എനിക്ക് ഒരു കാര്യം വാങ്ങിക്കണമെന്ന് കൂടുതലും തോന്നിയത്, പക്ഷേ എനിക്ക് വാങ്ങിക്കാൻ പറ്റിയില്ല. ഇത് നീം വുഡ് ആണ് ഇത് സംഭവമല്ല, നമ്മൾ ഫംഗസ് ഒന്നും പിടിക്കത്തില്ല ഈ തടികയിൽ. അപ്പം വാങ്ങിച്ചാലും ഭയങ്കര നല്ലതാണ്. അപ്പോൾ എനിക്ക് വാങ്ങിക്കണമെന്ന്, പക്ഷേ എനിക്കൊരു അവസരം കിട്ടേണ്ട. ഞാനിങ്ങനെ പുറകിൽ തിക്കിത്തള്ളി നിന്നാണ് ഈ വീഡിയോ എടുക്കുന്നത് തന്നെ. എനിക്ക് വീക്ക് ഡേയ്സിൽ എവിടെയെങ്കിലും, ഞങ്ങളുടെ അടുത്തല്ലേ, അപ്പം ഒരു ദിവസം പോയി വാങ്ങിച്ചാൽ മറ്റേ
എന്തെങ്കിലും വാങ്ങിച്ചാൽ കൊള്ളാമെന്നുണ്ട്. സൺഡേ ആയതുകൊണ്ട് ഭയങ്കര തിരക്കായിരുന്നു ഇതിനകത്ത്. അവിടെ ഞാനിങ്ങനെ പുറകെ തിക്കിത്തള്ളിയായിരുന്നു വീഡിയോ എടുത്ത് തന്നെ. അവിടെ എനിക്കൊന്ന് ചോദിക്കാൻ പോലുള്ള ഒരിത് കിട്ടിയില്ല. പിന്നെ അങ്ങനെ കറങ്ങി തിരിഞ്ഞ് വരുമ്പോൾ അങ്ങനെ കുറേ അധികം സ്റ്റോളുകളുണ്ട്. ഫുഡ് ഐറ്റംസ്, ഇങ്ങനെ ചിപ്സ്, അത് ഇത് ഉണ്ടല്ലോ, അതുപോലെയുള്ള ഫുഡ് ഐറ്റംസ്. ചോക്ലേറ്റ് നമ്മൾ ഊട്ടിയിലൊക്കെ പോകുമ്പോൾ വാങ്ങിക്കുന്ന ടൈപ്പ് ചോക്ലേറ്റ്സില്ലേ, ആ ടൈപ്പ് ചോക്ലേറ്റ്സ് ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഇത് ഓടിൻ്റെ ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ. പിന്നെ ഇത് നല്ല ഭംഗിയായിരുന്നു. ഇത് സെർവിങ് ട്രേകളാണെന്നാണ് പറഞ്ഞത്. പക്ഷേ ഇതിനകത്ത് എങ്ങനെ സെർവ് ചെയ്യാൻ തോന്നുന്നു എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. എന്ന് വെച്ചാൽ അത് കാണാൻ നല്ല ഭംഗിയില്ല, വുഡിൻ്റെ ആണെന്നാണ് എനിക്ക് തോന്നിയത്. ഒത്തിരി ടൈപ്പ് ബൗളുകൾ ഇങ്ങനെയൊക്കെ ഉണ്ട്, പല ഷേപ്പിലുള്ള ഫിഷ് ഫ്രൈ. അതിനകത്ത് പറയുന്നുണ്ട് ഫിഷ് ഫ്രൈ ഒക്കെ ഇതിനകത്ത് വെക്കാം, ഫിഷ് ഒന്നോടെ ഫ്രൈ ചെയ്ത് ഇതിനകത്ത് സെർവ് ചെയ്യാം എന്നൊക്കെ. പക്ഷേ എനിക്കിത് കണ്ടിട്ട് സെർവ് ചെയ്യാൻ തോന്നുന്നില്ല. കാരണം ഭയങ്കര ഭംഗി, ഒരു സെർവിങ് ബൗളാണേലും എന്ന് വെച്ച് കഴിഞ്ഞാൽ കാണാൻ ഭയങ്കര ഭംഗിയായിരുന്നു. അതിലൊരു നമുക്ക് അത് വൃത്തികേടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിലെന്തെങ്കിലുമൊക്കെ ഇങ്ങനെ കൂട്ടാനൊക്കെ ഒഴിക്കാനൊരു മടി തോന്നുന്ന രീതിയിലായിരുന്നു. പിന്നെ കുറേ പഴയ ഓട്ടുപാത്രങ്ങളാണെന്ന് തോന്നുന്നു, ഇത് ഓടിൻ്റെ ആണെന്ന് തോന്നുന്നു. നമ്മുടെ അമ്പലങ്ങളിലൊക്കെ ഇരിക്കുന്ന ടൈപ്പ് കുറേ ഉണ്ടായിരുന്നു പഴയ. ഇതൊക്കെ എനിക്ക് തോന്നുന്നു ഇങ്ങനെ ഷോപ്പ് പീസുകളായിട്ട് വെക്കാനാണോ എന്തോ അറിയത്തില്ല. പിന്നെ ആനക്കുട്ടികൾ, പിന്നെ ഇങ്ങനെയുള്ള കുറേ ഐറ്റംസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഇതൊക്കെ എന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല, ഞങ്ങൾക്ക് രണ്ടുപേർക്കും മനസ്സിലായില്ല. ഇതിങ്ങനെ പേപ്പർ റെസ്റ്റ് ഇല്ലേ, നമ്മുടെ പേപ്പറിൻ്റെ മുകളിൽ വെക്കുന്നതാണോ അല്ലോ എന്നറിയത്തില്ല. ശ്രീഹരി ഇത് കാണിച്ചിട്ട് ടൈൽസ് ആണെന്ന്, ടൈലയിൽ ഇങ്ങനെ ഇത് ചെയ്തിട്ട്, ഇതൊക്കെ എന്തിനാണ് വാങ്ങിച്ചിട്ടെന്നുള്ള ഒരു കാര്യം മനസ്സിലായില്ല. പിന്നെ സെറാമിക്കിൻ്റെ തന്നെ കുറേ ഐറ്റംസ് ഉണ്ടായിരുന്നു. ഇത് ഫ്ലവർ വേസ് പോലുള്ള കാര്യങ്ങളാണെന്ന് തോന്നുന്നു, കണ്ടിട്ട് മനസ്സിലായത് അങ്ങനെയാണ്. പിന്നെ ഇവിടുന്ന് അങ്ങോട്ട് പോകുമ്പോഴത്തേക്കിനും പറയുന്നത് സെറാമിക് കപ്പുകൾ, ചെറിയ ബൗളുകൾ, ഇങ്ങനെ ചെറിയ ഇങ്ങനെ സൂപ്പ് ബൗളുകൾ, അങ്ങനെയുള്ള കുറേ ഐറ്റംസ് ഉണ്ടായിരുന്നു. പിന്നെ എൻ്റെ കയ്യിലിരിക്കുന്ന ടൈപ്പ് മറ്റേ ഉപ്പിട്ട് വയ്ക്കുന്ന ഭരണികൾ, അങ്ങനെയൊക്കെ കുറേ ഐറ്റംസ് ഉണ്ടായിരുന്നു. ഇത് കപ്പ് തന്നെ കുറേ വെറൈറ്റീസ് ഉണ്ടായിരുന്നു, കുറേ കാണാൻ ഭംഗിയുള്ള കപ്പുകളും കാര്യങ്ങളും. പിന്നെ അത് തടി കൊണ്ടുള്ള കുറേ ഇങ്ങനെ ചെറിയ ചെയറുകളും കാര്യങ്ങളും ഒക്കെ ആയിരുന്നു. സെറാമിക്കിൻ്റെ കുറേ ഐറ്റംസ് ഉണ്ടായിരുന്നു, കുറേ ടൈപ്പ് പാത്രങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഇതുണ്ടല്ലോ, ഇതെന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല. ഇത് കണ്ടിട്ട് ഇരുമ്പായിട്ട് തോന്നി, പക്ഷേ പിടിച്ചു നോക്കുമ്പോൾ വെയിറ്റില്ല. ഇരുമ്പിന് സാധാരണ വെയിറ്റ് കാണുന്നില്ലേ. ഇതിൻ്റെ തന്നെ ഇങ്ങനെയുള്ള പാത്രങ്ങൾ, ഇങ്ങനെ നമ്മൾ കുക്ക് ചെയ്യുന്ന ടൈപ്പ് ചീനച്ചട്ടികളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഇതുപോലുള്ള ബാഗുകൾ അവർ വിൽക്കുന്നുണ്ടായിരുന്നു, എംബ്രോയ്ഡറിയൊക്കെ ചെയ്ത്. ഇത് പക്ഷേ എനിക്ക് കണ്ടിട്ടൊരു കൗതുകം തോന്നി, ശ്രീഹരിക്ക് ഇഷ്ടപ്പെട്ടില്ല. ശ്രീഹരി പറഞ്ഞു ഇതിനകത്ത് എങ്ങനെ ചായ കുടിക്കാൻ തോന്നുന്നു ഈ കപ്പ് കണ്ടിട്ട്. പക്ഷേ ഇതെന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല സംഭവം. ആർക്കെങ്കിലും അറിയാമെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം എന്ത് കാര്യം കൊണ്ടാണ്. പക്ഷേ എനിക്ക് ഇതിൻ്റെ പാത്രങ്ങളും കാര്യങ്ങളൊക്കെ ഇഷ്ടപ്പെട്ടു. ഇതെന്ത് ഇരുമ്പാണെന്നാണ് ഞാൻ ആദ്യം വിചാരിച്ചത്, പക്ഷേ ഇരുമ്പല്ലായിരുന്നു. അപ്പോൾ അവിടെ അത്രയൊക്കെ കാര്യങ്ങളായിരുന്നു ഉണ്ടായിരുന്നത്. പിന്നെ അവിടുന്ന് ഞങ്ങൾ ഇറങ്ങി കുറച്ചങ്ങോട്ട് ഫ്രണ്ടിലേക്ക് നടക്കുമ്പോഴത്തേക്കിനും ബാക്കി കാര്യങ്ങൾ അവിടെയാണ് ഡ്രസ്സ്, കമ്മൽ, വള, മാല, ഇഷ്ടം പോലെ ഷോപ്സ് ഉണ്ട്. അതിൻ്റെ കണ്ടോ, അങ്ങോട്ട് കയറുമ്പം തന്നെ ഞാൻ ഇവിടെയാണ്, അവിടെ ആക്ച്വലി ഞാൻ കുറച്ച് നേരം നിന്നുള്ളൂ. അവിടെ ഞാൻ ആ വുഡിൻ്റെ അവിടെ, നീം വുഡിൻ്റെ പാത്രങ്ങളുടെ അവിടെയാണ് ഞാൻ കുറച്ച് നേരം നിന്നത്. പക്ഷെ അവരുമായിട്ട് എനിക്ക് സംസാരിക്കാൻ പോലും പറ്റിയില്ല. ഇവിടെ പിന്നെ ഞാൻ കുറേ നേരം നിന്നു. പക്ഷേ എന്തോ പ്രശ്നം എന്ന് വെച്ചാൽ ഇച്ചിരി വില കൂടുതലാണ്. പിന്നെ അവരുമായിട്ട് ബാർഗെയിൻ ചെയ്ത്, മീൻസ് കുറയ്ക്കാൻ പറഞ്ഞ് നമ്മൾ കൊമേഴ്സ്യൽ സ്ട്രീറ്റിലൊക്കെ നമ്മൾ ചെയ്യത്തില്ലേ, ആ പരിപാടി ചെയ്താലും ഞാൻ കുറയ്ക്കുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. അങ്ങനെ കുറച്ചൊന്നും തരുന്നതായിട്ട് എനിക്ക് തോന്നിയില്ല.
അങ്ങനെ നമ്മൾ നിന്ന് ചെയ്യണം. പക്ഷേ എനിക്ക് ഇച്ചിരി വില കൂടുതലായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. എനിക്കറിയത്തില്ല ശരിക്കും എങ്ങനെയാണെന്ന്. ഞാൻ പലയിടത്തുനിന്നും ഇവിടുന്ന് വാങ്ങിച്ചിട്ടുള്ളതിനേക്കാളും കൂടുതൽ വിലകൾ. നല്ല ഭംഗിയുള്ള മാലകളുണ്ടായിരുന്നു. പക്ഷെ ഞാൻ അങ്ങനെ മാലകളിടത്തില്ല. ഞാൻ കമ്മലാണ് പൊതുവെ ഒത്തിരി ഞാൻ നോക്കിയത്. ഒത്തിരി വെറൈറ്റി ഓഫ് കമ്മലുകളും മാലകളും ഉണ്ടായിരുന്നു. ഒത്തിരി ഞാനിപ്പം കാണിക്കുന്ന സ്റ്റോളുകൾ തന്നെ പലതരം ഉണ്ടായിരുന്നു. പിന്നെ അവിടെ നിന്ന് ഇങ്ങോട്ട് വരുമ്പം ഡ്രസ്സസിൻ്റെ അത് ഞാൻ അധികം എന്നല്ല, ഞാൻ ജസ്റ്റ് പുറത്ത് നിന്ന് കണ്ടേ ഉള്ളൂ. ഞാൻ നോക്കിയത് മൊത്തം ഇങ്ങനെ കമ്മൽ കണ്ടു. ഇങ്ങനെ പല വെറൈറ്റീസ്, അധികം നമ്മൾ കാണാത്ത ഷേപ്പുകളുള്ള ഒത്തിരി കമ്മലുകളുണ്ടായിരുന്നു. ഇപ്പം നമ്മളിപ്പം ഇവിടെ ഏത് മോളുകളിൽ ചെന്നാലും മിക്കവാറും ഉള്ളിടത്ത് ഭാരതി സിറ്റിയിലാണേലും ഓറിയോണിൽ, അവിടെയൊക്കെ ഓറിയോണിലില്ല, നമ്മുടെ മൺട്രി മോളിലും ഒക്കെ ഇങ്ങനത്തെ ഓക്സിഡൈസ്ഡ് ജ്വല്ലറിയുടെ സ്റ്റോൾ ഇട്ടിട്ടുണ്ട്. പക്ഷെ അതിലും ഒത്തിരി സ്റ്റോളുകളുണ്ടായിരുന്നു. അവിടെ ഉള്ളതിനെക്കാട്ടിലും കുറേ ഇങ്ങനെയുള്ള കമ്മലുകളും വളകൾ, പിന്നെ പല ഐറ്റംസ് ഉണ്ടായിരുന്നു, ബ്രേസ്ലെറ്റ്സ്, അങ്ങനെയൊക്കെ. ഈ കമ്മലൊക്കെ കാണാൻ, ജുംക്ക തന്നെ കുറേ സംഭവങ്ങളുണ്ടായിരുന്നു. എനിക്കാണെങ്കിൽ കണ്ടിട്ടും ഇത് മതിയായില്ലായിരുന്നു. ഞാൻ ഇവിടെയാണ് കുറേ നേരം ഇത് ചെയ്ത്. കാരണം നമ്മൾ ഇതിനകത്ത് ഓരോ റൂമിലേക്ക് ചെല്ലുമ്പോഴും ഒരു കട ഇതിൻ്റെ കാണും. ഒരു സ്റ്റോളെന്ന് പറയുന്നത് നമ്മുടെ ഈ ഓക്സിഡൈസ്ഡ് ജ്വല്ലറിയുടെ സ്റ്റോളുകളായിരിക്കും. പിന്നെ അവിടെ നിന്ന് ഇങ്ങോട്ട് വന്നു കഴിയുമ്പം ഡ്രസ്സിൻ്റെ തന്നെ ടോപ്സ് ആണെങ്കിലും, പിന്നെ സാരീസ്, ടോപ്പ്, അങ്ങനെ ജൂട്ടിൻ്റെയൊക്കെ സംഭവങ്ങളൊക്കെ കുറേ ഉണ്ടായിരുന്നു. ഞാൻ അധികം അങ്ങോട്ടൊന്നും പോയില്ല. കാരണം എനിക്ക് വലിയ താല്പര്യമില്ല ഈ ഒരു ടൈപ്പ് കാര്യങ്ങളൊന്നും. ഞാൻ അധികം അങ്ങോട്ടൊന്നുമില്ല, ജസ്റ്റ് പുറത്ത് നിന്ന് ഇങ്ങനെയൊക്കെ കണ്ടേ ഉള്ളൂ. കണ്ടോ, അങ്ങ് ഇറങ്ങുന്നിടം വരെ ഈ കാര്യങ്ങളുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഞങ്ങളതെല്ലാം കണ്ടിട്ട് ഇറങ്ങി. സൺഡേസിൽ വരാതിരിക്കുന്നത് തന്നെയാണ് നല്ലത്. സൺഡേസിൽ ഭയങ്കര തിരക്കായിരിക്കും. നമുക്കൊരു ഇതിൽ എടുക്കാനും നോക്കാനും അവരോട് വിലയൊക്കെ ചോദിക്കാനും അങ്ങനെ നമുക്ക് ആ ഒരു സ്പേസ് കിട്ടത്തില്ല. ഒത്തിരി തിരക്കുള്ളപ്പോഴേ എനിക്കത് നല്ലപോലെ ഫീൽ ചെയ്തു. കുറച്ചുകൂടെ തിരക്ക് കുറഞ്ഞിരുന്ന ശനിയാഴ്ച എങ്ങാനും വന്നിരുന്നെങ്കിൽ, ശനിയാഴ്ച അല്ലെങ്കിൽ വീക്ക് ഡേയ്സിൽ വരുമ്പം കുറച്ചുകൂടെ ആൾക്കാർ ഭയങ്കര കുറവായിരിക്കും. അപ്പം നമുക്ക് കുറച്ചുകൂടെ ഇത് കിട്ടും, ചോദിക്കാനും പറയാനും വില എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ ബാർഗെയിൻ ചെയ്യാനും ഒക്കെ ഉള്ള ഇത് കിട്ടും. അതുകൊണ്ട് വീക്ക് ഡേയ്സിൽ വരുന്നതായിരിക്കും നല്ലത്. അപ്പോൾ ഞങ്ങൾ അവിടുന്ന് നേരെ കാപ്പി കുടിക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. നമ്മുടെ വെങ്കിടം കഫേയിലേക്കാണ് പോകുന്നത്, ഞങ്ങളുടെ അടുത്തുള്ള. ഇവിടുന്ന് സ്ഥിരം നമ്മുടെ കോഫിയും ബോണ്ട സൂപ്പുമാണ് മേടിച്ചത്. എനിക്ക് വലിയ വിശപ്പ് തോന്നിയില്ല, അതുകൊണ്ട് ഒരെണ്ണേ വാങ്ങിച്ചുള്ളൂ. പക്ഷെ സമയം കുറേ എടുത്തു കേട്ടോ. ഞങ്ങൾ 2:30 ആയപ്പോഴത്തേനും എത്തി. കാരണം ഞായറാഴ്ച ആയതുകൊണ്ട് തിരക്ക് കൂടുകയോ എന്ന് പേടിച്ച്. പക്ഷേ 5:30 കഴിഞ്ഞ് ഞങ്ങൾ അതിനകത്തുനിന്ന് ഇറങ്ങിയപ്പോൾ. അപ്പം ഞങ്ങൾ പോയിട്ടൊക്കെ വന്നു. നല്ലതായിരുന്നു, കുഴപ്പമൊന്നുമില്ലായിരുന്നു. പക്ഷെ മാലകൾക്ക് കമ്മലുകൾ ഞാൻ നോക്കിയില്ല. ഈ ടൈപ്പ് കുറേ കമ്മലുകൾ ഓക്സിഡൈസ്ഡ് ജ്വല്ലറി ഉണ്ടായിരുന്നു. അതിനൊക്കെ നല്ല വിലയായിരുന്നു. ഇവിടുന്ന് തന്നെ ഞാൻ പലയിടത്തു നിന്ന് വാങ്ങിച്ചിട്ടുണ്ട്. പക്ഷേ ഈ ടൈപ്പ് കമ്മലുകൾ, പക്ഷെ അതിലുമൊക്കെ എനിക്ക് റേറ്റ് ഭയങ്കരമായിട്ട് തോന്നിച്ചു മാലകൾക്ക്. പക്ഷെ ഇഷ്ടം പോലെ കളക്ഷൻ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ ഇഷ്ടം പോലെ കളക്ഷൻസ് ഉണ്ടായിരുന്നു. മാലകളൊക്കെയാണെങ്കിൽ നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ. പക്ഷെ ഞാൻ മാലകളൊന്നും യൂസ് ചെയ്യത്തില്ല. അങ്ങനെ എനിക്ക് കാണാൻ ഇഷ്ടമാണ്. മാലകളും വളകളും ഞാൻ അധികം യൂസ് ചെയ്യത്തില്ല. കമ്മലുകൾ മാത്രമാണ് ഞാൻ ഉപയോഗിക്കുന്നത്. അപ്പം അതിൻ്റെ തന്നെ ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു. പക്ഷെ വില കുറച്ച് കൂടുതലല്ലേ എന്ന് എനിക്ക് തോന്നി. പിന്നെ എനിക്ക് ഇഷ്ടപ്പെട്ട നീം വുഡിൻ്റെ ഒരു ഇതുണ്ടായിരുന്നു. നീം വുഡിൻ്റെ സ്പൂണുകൾ, തവികൾ, ചെറിയ ചെറിയ പാത്രങ്ങൾ. അതാകുമ്പോൾ ഫംഗസ് ഒന്നും പിടിക്കത്തില്ല ഈ നീം വുഡിൻ്റെ ആകുമ്പം. അത്യാവശ്യം വില ഉണ്ടെന്ന് തോന്നുന്നു. പക്ഷേ എനിക്ക് എന്തെങ്കിലും അതിൻ്റെ വാങ്ങിച്ചാൽ കൊള്ളാമെന്നുണ്ടായിരുന്നു. പക്ഷെ അവിടെ ഭയങ്കര തിരക്ക്. ഞാൻ എൻ്റെ വീഡിയോ എടുത്തത് എനിക്ക് അങ്ങോട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടേക്ക് തന്നെ സൺഡേ ആകുമ്പോഴത്തേനും അങ്ങോട്ട് അവരോടൊന്ന് ചോദിക്കാനുള്ളൊരു അവസരം കിട്ടുന്നില്ല. എല്ലാവരും കൂടി ഇങ്ങനെ തള്ളി നിൽക്കുകയായിരുന്നു.
അതെനിക്കൊന്ന് ഇത് 20-ാം തീയതി വരെ ഉള്ളൂ. അതിനു മുമ്പ് ഒന്നുകൂടെ പോകാൻ പറ്റുവാണെങ്കിൽ തിരക്കില്ലാത്ത ദിവസം അത് എനിക്ക് വാങ്ങിക്കണമെന്നുണ്ട്. ഇവിടെ അടുത്ത് ഇവിടുന്ന് വലിയ ദൂരമില്ല. ഞങ്ങളുടെ ഇവിടെ നിന്ന് ഒരു 5-6 കിലോമീറ്റർ, 5-6 8-9 കിലോമീറ്ററേ ഉള്ളൂ. പിന്നെന്താണ്, പിന്നെ അങ്ങനെ കുറേ എന്താ സെറാമിക്കിൻ്റെ ആണെങ്കിലും കുറേ ടൈപ്പ് പാത്രങ്ങൾ, അത് കുഴപ്പമില്ലായിരുന്നു. കുറേ പല ഷേപ്പുകളിലുള്ള കാണാൻ ഭംഗിയുള്ള കുറേ പാത്രങ്ങൾ. പിന്നെ ഈ ഷോക്കേസിൽ വെക്കുന്ന കുറേ പീസസ് ഉണ്ടായിരുന്നു. പിന്നെ എല്ലാം കൊണ്ടും കുഴപ്പമില്ല. പക്ഷെ എനിക്ക് എന്താ പറയുന്നത്, ഇങ്ങനെയൊക്കെ ഫ്ലീ മാർക്കറ്റുകൾ ഒത്തിരി പേര് വന്ന് വാങ്ങിക്കുന്നുണ്ട്. എനിക്ക് കൂടുതലും ഈ കമ്മലുകളുടെ സെക്ഷനിലേക്കാണ് ഞാൻ കൂടുതലും പോയത്. പിന്നെ ആ ഒരു പാത്രങ്ങളുടെ ഏരിയ ഞാൻ കുറച്ച് നോക്കി. തുണികളൊന്നും ഞാൻ നോക്കിയില്ല. എനിക്കങ്ങോട്ട് തുണികൾ ഒത്തിരി, എനിക്കൊന്ന് ജൂട്ടിൻ്റെ ഒക്കെ ഉണ്ടെന്ന് തോന്നുന്നു, സാരീസും കാര്യങ്ങളും ഒക്കെ. അതൊന്നും ഞാൻ അധികം അങ്ങോട്ട് ആ സെക്ഷനിലേക്ക് വലിയ ഇൻട്രസ്റ്റ് ഇല്ലാത്തതുകൊണ്ട് പോയില്ല. ഈ ഭാഗത്തേക്കാണ് ഞാൻ കൂടുതലും പോയത്. പിന്നെന്താണ്, കൊള്ളായിരുന്നു. താല്പര്യമുള്ളവർ പോയി എന്താ പറയുന്നത്, വാങ്ങിക്കാം. കുറേ കാര്യങ്ങളുണ്ട്. ഏപ്രിൽ 20-ാം തീയതി വരെ ഉള്ളൂ. നമ്മുടെ എവിടെയായിരുന്നു, കർണാടക ചിത്രകലാ പരിഷത്ത് കോളേജിൽ നടക്കുന്നത്. അപ്പോൾ അത്രയേ ഉള്ളൂ. അപ്പം ഇന്നത്തെ ഒരു ചെറിയ വീഡിയോ ആയിപ്പോയി. ഇന്ന് സൺഡേ ഞാൻ പ്രത്യേകിച്ച് അങ്ങനെ ഒന്നും സ്പെഷ്യലായിട്ടൊന്നും ഉണ്ടാക്കിയൊന്നുമില്ല. കുക്കിംഗ്, അതുകൊണ്ട് ഞാൻ കുക്കിംഗ് ഒന്നും എടുക്കാഞ്ഞത്. എന്താ പറയുന്നത്, പിന്നെ ഇവിടെ ഇങ്ങനെ പോകാമെന്ന് വിചാരിച്ചപ്പം ഞാൻ വിചാരിച്ചു ഇതങ്ങ് എടുക്കാമെന്ന്. അതുകൊണ്ട് ഞാൻ പ്രത്യേകിച്ച് അങ്ങനെ വലിയ കാര്യങ്ങൾ, രാത്രിയാണേലും രാവിലത്തെ കടലക്കറിയൊക്കെ ഇരിപ്പുണ്ട്. അതുകൊണ്ട് പ്രത്യേകിച്ച് വലിയ കുക്കിംഗ് ഒന്നും ഞാൻ ഇന്നത്തെ ദിവസം ഇല്ലായിരുന്നു. അതുകൊണ്ട് ഞാൻ വേറെ ഒന്നും കാര്യങ്ങളൊന്നും എടുക്കാഞ്ഞത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി വീണ്ടും അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നിടം വരെ താങ്ക് യു സോ മച്ച്.